74,000 ഇന്ത്യൻ സ്റ്റുഡൻസ് 2025 UK വിട്ടു. ഈ സെയിം അവസ്ഥ തന്നെയാണ് ജർമ്മനിയിലും ഒരു 1 to 2 years ഉണ്ടാവാൻ പോണത്. എങ്ങനെയും പുറത്തു പോയി രക്ഷപ്പെട്ടാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ഏജൻസിക്ക് കുറച്ച് കാശും കൊടുത്ത് ഏതെങ്കിലും കോഴ്സ് എടുത്ത് നിങ്ങൾ പുറത്തേക്ക് പോയാൽ ഈ പണി നിങ്ങൾക്കും കിട്ടും. ജീവനെ ഇപ്പൊ കുറെ പിള്ളേര് പറയുന്നുണ്ട് ഇപ്പൊ ജർമ്മനിക്ക് വരുമ്പോ അവർക്ക് കോഴ്സ് മനസ്സിലാവണില്ല, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഏതാ, അല്ലെങ്കിൽ കറക്റ്റ് ഒരു പിക്ചർ ഇല്ലാണ്ടൊക്കെ കുറെ പിള്ളേര് വരുന്നുണ്ട്. അപ്പൊ ആ പോയിന്റിൽ ജീവനെന്താ തോന്നണേ? ഒന്നാമത്തെ കാര്യം പറയുന്നില്ല, അറിവില്ല അവർക്ക് ഈ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ വരാമെന്ന് പഠിക്കാന്നൊക്കെ. എന്റെ കേസിൽ എനിക്ക് അറിയാൻ കോഴ്സുകളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ബ്രോയുടെ കണക്ട് ആയത്. കുറെ പിള്ളേർ പറയണ കോഴ്സ് ധാരണ, കാരണം അവർക്ക് വന്നാൽ മതി എന്നുള്ള തീരുമാനം എങ്ങനെയെങ്കിലും തീരുമാനത്തിൽ വരുന്നോണ്ടാണ് അവർക്ക് കോഴ്സിനെ കുറിച്ച് ചെന്നിട്ട് പെട്ടുവിടുന്നത്. പിന്നെ കോഴ്സ് മാറേണ്ടി വരുന്നത്, പിന്നെ പബ്ലിക്കിന്ന് പ്രൈവറ്റിലേക്ക് പോണ സീനും. അപ്പൊ ഈ കേസിൽ ജിബിന് ഇപ്പൊ എങ്ങനെ ജിബിന്റെ കോഴ്സും കാര്യങ്ങളൊക്കെ പക്കയല്ലായിരുന്നേ? ഇപ്പൊ എന്റെ കേസിൽ ഞാനിപ്പോ നോക്കിയ കണക്കിലെല്ലാം പക്കയാണ്. ഞാൻ നേരത്തെ പഠിച്ചിട്ടുള്ളതാ, ഇൻഡെപ്ത് അല്ലെങ്കിലും പഠിച്ചതാ. അപ്പൊ MSc ചെയ്യാൻ പോണ നമ്മൾ ഇൻഡെപ്ത് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ അതിന് ബേസിക്കലി ലക്കിയാ, കാരണം കോഴ്സ് കിട്ടിയത് തന്നെ. ഇതുപോലൊരു പ്ലാൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ രക്ഷപ്പെടും. എങ്ങനെയും പുറത്തു പോയി രക്ഷപ്പെടാന്ന് വിചാരിക്കണം നിങ്ങളുടെ ഫ്രണ്ടിന് ഇപ്പൊ തന്നെ ഈ വീഡിയോ അയച്ചു കൊടുത്തു.